ദേവദാസന്മാരുടെ മക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പാഴ്സണേജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഞാനും ഒരു പാസ്റ്ററുടെ മകളായി ജനിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നമുക്കറിയാം, ഒത്തിരി ഒരു പാസ്റ്ററുടെ മക്കൾ ആകുന്നതിൽ ഒത്തിരി അനുഗ്രഹങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകേണ്ട അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റർമാരുടെ മക്കൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉണ്ട്. ഫസ്റ്റ് വൺ യു ഗെറ്റ് എ ഗോഡ്ലി ഫൗണ്ടേഷൻ. നമുക്ക് ഒരു പാസ്റ്ററിൻ്റെ മകളായി അല്ലെങ്കിൽ ഒരു മകനായി ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മറ്റുള്ള വ്യക്തികളിൽ നിന്ന്, മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ഉപരിയായ ഒരു ദൈവിക അടിസ്ഥാനം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, പാസ്റ്റർമാരുടെ മക്കളായിട്ട് ജനിക്കുമ്പോൾ എവറി ടൈം രാവിലെ നമുക്ക് മോർണിംഗ് ഡിവോഷൻസ് ഉണ്ടായിരിക്കും, ദെൻ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരിക്കും, രാത്രി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. കുഞ്ഞുനാൾ മുതൽ തന്നെ നമുക്ക് വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് നാം ഇതിനെല്ലാറ്റിനും പോകാൻ നാം നിർബന്ധിതരാകുകയാണ്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മുടെ പാരൻസ് പ്രാർത്ഥിക്കുന്നതിലൂടെ, അവരുടെ വചന ശുശ്രൂഷയിലൂടെ എല്ലാം നമുക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു ദൈവിക അടിസ്ഥാനം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, വി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് അവർ ഗിഫ്റ്റ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് മറ്റുള്ളവരിൽ നിന്നും അധികമായി നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, നമുക്ക് പാട്ട് പാടാൻ കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് ചർച്ചിൽ നമുക്ക് ചിലപ്പോൾ ഞായറാഴ്ച ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിയെന്ന് വരത്തില്ല. കോട്ടേജ് മീറ്റിങ്ങിലായാലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനകളിൽ രാവിലെ 5 മണി, എൻ്റെ പപ്പയ്ക്ക് ഇരുന്ന ചർച്ചിൽ രാവിലെ 5 മണിക്ക് നമുക്ക് പ്രെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ടാലൻറ്റുകൾ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ടാലൻറ്റുകളെ നമുക്ക് വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പിന്നത്തേതിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹോസ്പിറ്റാലിറ്റി. നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അതിഥി നമ്മളുടെ വീട്ടിൽ വന്നാൽ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരെ എങ്ങനെ സൽക്കരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അധികമായി നമുക്ക് ആ ഒരു പടി എനിക്ക് തോന്നുന്നു പാസ്റ്റർമാരുടെ മക്കൾ മുന്നിൽ നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒത്തിരി പാസ്റ്റേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നു പോകാറുണ്ട്, ഒത്തിരി വിശ്വാസികൾ നമ്മുടെ വീട്ടിൽ വന്നു പോകാറുണ്ട്. സോ നമ്മുടെ പാരൻസ് അവരെ ട്രീറ്റ് ചെയ്യുന്നവേ അത് ഒബ്വിയസ്ലി നാമും അത് കണ്ടു വളർന്നു വരുന്നവരാണ്. സോ അത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ഹോസ്പിറ്റാലിറ്റി എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. തേർഡ് വൺ ഈസ് നമുക്ക് ലീഡർഷിപ്പ് സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു കുറച്ച് കുട്ടികളുടെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അവിടെ ആ കുട്ടികളെ ഒന്ന് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ചർച്ചിലെ പാസ്റ്ററിൻ്റെ മകളോ അല്ലെങ്കിൽ മകനോ ആയിരിക്കും. അത് പിന്നീട് ഈ സൺഡേ സ്കൂളിലോട്ട് വരുമ്പോൾ, പിന്നെ യൂത്ത് മീറ്റിങ്ങിലോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിതാക്കന്മാരോടുള്ള നീതി നമ്മളിൽ ദൈവം നിവർത്തിക്കുവാനിടയായി തീരും. ജനറേഷണൽ ബ്ലെസ്സിങ്സ് ആൻഡ് ഡിവൈൻ ഫേവർ ഓഫ് ഗോഡ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ നീതിയോടെ പ്രവർത്തിച്ചത്, അവരുടെ ത്യാഗം പിന്നീട്ടതിൽ നമുക്ക് നീതിയായിട്ട് അനുഗ്രഹമായി ഭവിക്കാറുണ്ട്. ഇതെല്ലാം കൂടാതെ തന്നെ നമുക്ക് ഒത്തിരി ദൈവമക്കളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് പറയുവാണേലും ഒത്തിരി ദൈവമക്കളുടെ, ഇപ്പം അവരുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെ പാസ്റ്റർമാരുടെ മക്കളെയും കാണുന്ന നല്ല വിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്രയൊക്കെ പോസിറ്റീവ് സൈഡ്സ് നമുക്കുണ്ടെങ്കിലും ഒത്തിരി വേദനകളിലൂടെ, മറ്റാരും കാണാത്ത വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പാസ്റ്റർമാരുടെ മക്കൾക്ക് ദൈവവേല ചെയ്യുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ പിതാക്കന്മാർ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികൾ കണ്ടാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുവിശേഷ വേല ചെയ്യണം എന്നുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. സോ നമ്മൾ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്. മറ്റുള്ള വ്യക്തികളിൽ നിന്ന്, മറ്റുള്ള കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒപ്പം വളരുന്ന മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്നും
വിദ്യാർത്ഥികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല ഒരു പാസ്റ്ററിന്റെ മകൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ മകൻ എന്ന നിലയിൽ നമ്മിൽ നിന്ന് ഓരോ വിശ്വാസ ജീവിതങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മിക്കപ്പോഴും ആൾക്കാർ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ വിചാരിക്കുന്നത് വി ഹാവ് ടു ആക്ട് ലൈക്ക് മെച്ചോർഡ് അഡൾട്ട്. നമ്മൾ കുഞ്ഞു കുട്ടിയാണെങ്കിലും നമ്മൾ വലിയ മുതിർന്ന ആൾക്കാരെ പോലെ പെരുമാറണമെന്നാണ് ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്നത്. നമ്മളും സാധാരണ കുട്ടികളെ പോലെയുള്ളവരാണ്. അവരുടെ അതേ മാനസിക അവസ്ഥയാണ് നമുക്കും ഉള്ളത് എന്ന് പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വി ആർ ലിവിങ് ഇൻ എ ഗ്ലാസ് ഹൗസ്, ഒരു കണ്ണാടി കൂട്ടിലേക്ക് ജീവിക്കുന്നത് പോലെയാണ്. കാരണം നമ്മൾ ചെയ്യുന്നതും നമ്മുടെ പാരൻസ് ചെയ്യുന്നതും എല്ലാം എല്ലാവർക്കും വിസിബിൾ ആണ്, അത് സ്ക്രൂട്ടനൈസ്ഡ് ആണ്. എല്ലാവരും സൂക്ഷ്മ പരിശോധനയിലാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും നമ്മളുടെ ഓരോ മൂവ്മെന്റ്സും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വേർഡ്സും മറ്റുള്ളവർ ശ്രദ്ധിക്കാറുണ്ട്. അത് വിമർശനാത്മകമായ രീതിയിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്, നോർമലി അങ്ങനെ ചിന്തിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. സോ ഒരു പരിധി കഴിഞ്ഞ് അത് എന്ത് ചെയ്താലും വിമർശനാത്മകമായ രീതിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇപ്പം സ്പിരിച്വലായാലും നമ്മൾ ഭയങ്കരമായിട്ട് സഫക്കേറ്റഡ് ആവും. നമുക്ക് ഇതെന്താണ്, നമ്മൾ ഒരു പടി പിന്നിലോട്ട് പോകാൻ നമുക്ക് സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫിനാൻഷ്യൽ ചലഞ്ച്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നാം നേരിടാറുണ്ട്. പാസ്റ്റർമാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വരുമാനം നമ്മുടെ പാരൻസിന് ആർക്കുമില്ല. ദൈവം അന്നെന്നുള്ളത് തന്ന് ദൈവം നമ്മെ നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചർച്ചിലാണെങ്കിലും ചർച്ചിലിരിക്കുമ്പോൾ ചർച്ചിൽ തന്നെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നല്ല ദൈവദാസന്മാരെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പാസ്റ്റർക്ക് എന്തുവാണ് കിട്ടുന്നത് കാണാം എന്ന് എന്തെങ്കിലും പാസ്റ്ററോട് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ദശാംശം മുടക്കുമ്പോൾ എന്ത് പറ്റും, പാസ്റ്റർക്കുള്ള ഇൻകം കുറയും. പക്ഷെ ആ സമയത്ത് അങ്ങനെ മുടക്കിയിട്ടുള്ള സമയങ്ങളിൽ ദൈവം അതിലപ്പുറമായി നമ്മളെ നടത്തും. കാരണം നമ്മളെ വിളിച്ചവൻ ദൈവമാണ്, അന്ത്യത്തോളം നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ പലപ്പോഴും പല വ്യക്തി ജീവിതങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ചർച്ചിൽ ചാർജ് എടുക്കുമ്പോൾ ആദ്യത്തെ വർഷം നല്ല സന്തോഷമായിരിക്കും, എല്ലാ വിശ്വാസികളും ഭയങ്കര സ്നേഹമായിരിക്കും. സെക്കൻഡ് ഇയർ ഒക്കെ രണ്ടാമത്തെ വർഷത്തിലോട്ട് കടക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ പറയും, പാസ്റ്ററെ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും നടക്കത്തില്ല. സഭയിലെ വരുമാനം കുറയുമെന്നാണ് അവരുടെ വിചാരം. പക്ഷെ നമ്മളെ വിളിച്ചത് ദൈവം ആയതുകൊണ്ട് ദൈവം നമ്മളെ നടത്തുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പല ഫിനാൻഷ്യൽ ചലഞ്ചസ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പം നമ്മൾ പഠിപ്പിക്കുവാണ്, ഇത്രയും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, ഈ പാസ്റ്റർമാരുടെ മക്കളെ ഇത്രയും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ബൈബിൾ കോളേജിൽ വിട്ടാൽ പോരെ, അല്ലെങ്കിൽ കെട്ടിച്ച് വിട്ടാൽ പോരെ, ഇത്രയും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും വലിയൊരു വീട് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ, കാറ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല ടോക്സ് നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെ പല ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. കാരണം നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വരുമാനം ഇല്ല എന്നുള്ളത് ഒന്നാണ്. ദെൻ തേർഡ് വൺ ഈസ് ഫിയർ ബൈ സീയിങ് ദ ചലഞ്ചസ് ഓഫ് പാരൻസ്. നമ്മുടെ പാരൻസ് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ്, അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ കാണുന്നത് കാരണം നമുക്ക് ഈ വേലയിലോട്ട് മുന്നോട്ട് വരാൻ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. എൻ്റെ പപ്പയും അമ്മയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇനി ഞാനും ദൈവവേല ചെയ്താൽ എൻ്റെയും അവസ്ഥ ഇതാണല്ലോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദെൻ ലെസ് ടൈം സ്പെൻഡ് ബൈ പാരൻസ്. പലപ്പോഴും നമ്മുടെ പാരൻസിന് നമ്മളോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അവരെപ്പോഴും മീറ്റിംഗ്, രാവിലെ എണീക്കുമ്പോൾ വിസിറ്റിംഗ്, പിന്നെ നൈറ്റ് ചിലപ്പം പൊതു മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസികളുടെ കാര്യത്തിനൊക്കെ എല്ലാം പോയിട്ട് വരുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമുക്ക് പാരൻസിനോട് കിട്ടുന്ന ടൈം വളരെ കുറവായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ പപ്പ എവിടെ പോയിട്ട് വന്നാലും ഞാൻ പറയാറുണ്ട്, പപ്പ ഡ്രസ്സ് മാറ്റുന്നതിന് മുന്നേ പപ്പനെ അവിടെ പിടിച്ചിരുത്താറുണ്ട്. അപ്പം എനിക്ക് സംസാരിക്കണം, എനിക്ക് കാര്യങ്ങൾ പറയണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരുപാട് എനിക്കൊന്നും ഒത്തിരി പാസ്റ്റേഴ്സിൻ്റെ ഫാമിലി ലൈഫ് തകരുന്നതിനും ഇതൊരു കാരണമായി തീർന്നിട്ടുണ്ട്. കാരണം ഫാമിലിയോടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടോ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാറില്ല. അതൊരു നെഗറ്റീവാണ്. ദെൻ മിസ്റ്റേക്സ് ആൻഡ് ചാലഞ്ചസ് വിൽ എഫക്ട് ദ മിനിസ്ട്രി ഓഫ് പാരൻസ്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് ഭയങ്കര അധികമായിട്ട് നമ്മുടെ പാരൻസിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു പേടിയും സാധാരണ എല്ലാ പാസ്റ്റർമാരുടെ മക്കൾക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദെൻ എപ്പോഴും
ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ പാരൻസ് നമ്മളോട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാലും ഈ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നത് കാരണം നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഈ പാരൻസിന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെ ഇത്രയും കഷ്ടമെല്ലാം അനുഭവിച്ചു, ഇനി എൻ്റെ മക്കളും കൂടെ ഇങ്ങനെ അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന പാസ്റ്റേഴ്സും ഉണ്ട്. പക്ഷേ ഈ പാഴ്സണേജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ടു റേസ് ദ പാസ്റ്റേഴ്സ് കിഡ്സ് ആസ് എ ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സ്. നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ദേവദാസന്മാരുടെ മക്കളെ ഒരുപാട് നമുക്കറിയാം നമ്മൾ കടന്നു വന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്. അതുപോലെയുള്ള ഈ പ്രതിസന്ധികൾ ഇന്നത്തെ അഭിഷിക്തന്മാരുടെ തലമുറകൾ നേരിടുന്നുണ്ട്. അപ്പോൾ അവർ അതൊക്കെ കണ്ട് തളർന്നു പോകാതെ തുടർന്നും അവരെ ഈ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിനെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പാഴ്സണേജ് കമ്മ്യൂണിറ്റിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്നത്. രണ്ടാമത്തത് ഹെൽപ്പ് ദം ടു ഫൈൻഡ് ഔട്ട് ദ കോളിംഗ് ആൻഡ് എലക്ഷൻ. ആ ദേവദാസന്മാരുടെ മക്കളെ പറ്റിയുള്ള തിരഞ്ഞെടുപ്പും അവരെ പറ്റിയുള്ള വിളിയും എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. ദെൻ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട് ഫോർ ദ പാഴ്സണേജ് സ്ട്രഗിൾസ്. ഒത്തിരി നേരത്തെ നമ്മൾ പറഞ്ഞു ഒത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രഗിൾസിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാം, അതിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് സപ്പോർട്ട് നമുക്ക് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും എന്തൊക്കെയും സപ്പോർട്ട് കൊടുക്കുവാൻ നമുക്ക് കഴിയും. ആ സപ്പോർട്ട് ഈ ഒരു പാഴ്സണേജ് കമ്മ്യൂണിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇതുപോലെയുള്ള ഗെറ്റ് ടുഗദർ, ദെൻ ക്യാമ്പ്, ഫെലോഷിപ്പ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് ദേവദാസന്മാരുടെ മക്കളെ കൂടുതൽ വിശ്വാസത്തിൽ നിലനിർത്തുക, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ദെൻ ഗൈഡൻസ് ടു ദെയർ മിനിസ്ട്രീസ്, അവരുടെ മിനിസ്ട്രിയിൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. പാസ്റ്റർമാരെ മക്കളെ എൻകറേജ് ചെയ്യുക, ക്രിസ്ത്യൻ മിനിസ്ട്രീസ് ചെയ്യുന്നതിന് വേണ്ടി എൻകറേജ് ചെയ്യുക. ദെൻ അതിനു വേണ്ടിയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ പാഴ്സണേജ് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിൽ പങ്കാളികളായതിൽ, ഇതിൻ്റെ ആകുന്നതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.